ഷീലാമ്മ നമുക്കൊപ്പം ടെലിഫോണിലുണ്ട്. ഷീലാമ്മ, അങ്ങയുടെയും അമ്മ വേഷത്തിലെത്തിയ ആളാണ്. മലയാളിക്ക് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ തെളിയുന്നത്, ഹൃദയത്തിൽ തെളിയുന്നത് കവിയൂർ പൊന്നമ്മയുടെ മുഖവുമാണ്. എന്തു പറയുന്നു? എന്ത് പറയാനാണ്, പറയാൻ വാക്കുകളൊന്നുമില്ല. ഭയങ്കര സങ്കടമാണ് കേട്ടോ. വാസ്തവത്തിൽ എന്റെയൊക്കെ ഞങ്ങളൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു ആ കാലത്തൊക്കെ. എൻ്റെ അമ്മയായിട്ടാണ് ആദ്യമായിട്ട് അവരെന്നെ കാണുന്നത്. നാടൻ പ്രേമം എന്നുള്ള പടത്തിലാണ് അവർ വന്നൊരു ഒരു ചെറുമിപ്പെണ്ണായ സ്ത്രീ ആയിട്ട്, അവരുടെ മകളായിട്ട്, അതായത് കറുത്ത, അവർ നല്ല വെളുപ്പാണല്ലോ, നല്ല കറുത്ത മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അവരുടെ മോള് ഞാൻ ഭയങ്കര വെളുപ്പായിരുന്നത്. അങ്ങനെ ഒരു കഥയാണത്. അന്നാണ് ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലൊരു സ്ത്രീയായിരുന്നു. ആരോടും മുഷിപ്പിച്ച് സംസാരിക്കില്ല. എന്നെ എപ്പോഴും ശീലോ എന്ന് പറഞ്ഞ് എപ്പോഴും വിളിക്കാറുണ്ട്. കഴിഞ്ഞ മാസം കൂടെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അവരൊന്ന് അമ്മയായിട്ട് അഭിനയിച്ചു. അവരും ശരി, TR ഓമനയും ശരി, വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് ഇവരൊക്കെ അമ്മയായിട്ട്, സത്യസാധ്യവും മാധുര്യവും എല്ലാവരുടെയും അമ്മയായിട്ട് അഭിനയിച്ചു. ഒരുപാട് പടത്തിൽ ഇവർ അമ്മ വേഷം ചെയ്തു. അവരെ കാണുമ്പോൾ തന്നെ ആ ഒരു കുലീനത്വം കണ്ടില്ലേ ആ മുഖത്ത്? എന്തൊരു കുലീനത്വമാണ്. അയ്യോ, ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. എൻ്റെ സ്വന്തം അമ്മയോ എൻ്റെ സ്വന്തം സഹോദരിയോ നമ്മ വിട്ടു പോയതുപോലെ എനിക്ക് അത്രത്തോളം വേദനയുണ്ട്. ഇതൊന്നും ഇതിനു വേണ്ടി ഞാൻ പറയല്ല. എനിക്ക് അത്രത്തോളം മനസ്സിന് അത്രത്തോളം സങ്കടമുണ്ട് കേട്ടോ. എനിക്ക് കാണാൻ പറ്റിയിരുന്നോ അവസാന നാളുകളിൽ എപ്പോഴെങ്കിലും? അവസാനം ഞങ്ങൾ വന്ന് ബഷീറിന്റെ പ്രേമലേഖനം എന്ന് പറഞ്ഞൊരു പടം ഒരു 6 മാസത്തിന് മുമ്പ് എന്തോ അതിന്റെ അവസാനം ഞാൻ അവരെ കണ്ടത് ആ ഷൂട്ടിങ്ങിൽ വെച്ചായിരുന്നു. ആ ഷൂട്ടിംഗ് സ്പോട്ടിൽ. അപ്പോഴേ അവർക്ക് കുറച്ച് നടക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവിടെ ഷൂട്ടിംഗ് പോയ സ്ഥലത്ത്, അവിടെ ഹോട്ടലൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞങ്ങളെ താമസിപ്പിച്ചത്. ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. ഞാനും പൊന്നിയും അവിടെ തന്നെയാണ് താമസിച്ചത്. പൊന്നമ്മയും ഞങ്ങൾ ആ കാലത്തുള്ളവരെല്ലാവരും പൊന്നിനെ വിളിക്കുള്ളൂ. എന്നാൽ അവരെപ്പോഴും ചീലുന്നേ പറയത്തുള്ളൂ. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഇതിനൊക്കെ എങ്ങനെ പ്രതികരിക്കണം എന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. ശരി ഷീലാമ്മ.